ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് 2025 പരിസ്ഥിതി ദിന പ്രമേയം. ഈ ലക്ഷ്യം നേടാനുള്ള പരിശ്രമങ്ങളൊന്നും ചെറുതല്ല, എളുപ്പവുമല്ല. നമ്മുടെ ശീലങ്ങൾ മാറേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട്. അത്തരത്തിൽ ഞാൻ മാറ്റിയൊരു ശീലമാണ് ഭക്ഷണപാനീയങ്ങൾ വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഒഴിവാക്കി സഞ്ചി ബാഗുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. ഇതുപോലെ പ്രകൃതിക്കായി നിങ്ങൾ മാറ്റിയൊരു ശീലം എന്താണ്? വരൂ, CNCയോട് ചോദിക്കാം. ഏറ്റവും പ്രധാനം നമ്മുടെ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്ന രീതിയാണ്. ഒരുപാട് പ്ലാസ്റ്റിക് കവറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീടുകളിൽ വരാറുണ്ട്, നമ്മുടെ സ്ഥാപനങ്ങളിൽ വരാറുണ്ട്. അപ്പം അതിനെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലോ അല്ലെങ്കിൽ കൃത്യമായി എത്തിക്കേണ്ടിടത്ത് എത്തിക്കാവുന്ന രീതിയിലോ മാറ്റിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ മുറ്റം ടൈലിടുമ്പോഴൊക്കെ വെള്ളം പുറത്തേക്ക് പോകുന്ന വിധം ഭൂമിയിലേക്ക് താഴുന്ന രീതിയിൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ആദ്യമൊന്നും അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറില്ലായിരുന്നു. പിന്നെ ചെടികൾ, മരങ്ങൾ ഒക്കെ നമ്മുടെ വീടിൻ്റെ സ്ഥാപനങ്ങളുടെയൊക്കെ പരിസരങ്ങളിൽ കൂടുതൽ നിങ്ങൾ വയ്ക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്തിനാണെങ്കിലും ശരി, ഞാൻ ഡസ്റ്റ്ബിനിൽ ഉപേക്ഷിക്കാറുള്ളൂ. പരിസ്ഥിതി ദിനമായിട്ട് ഇന്നത്തെ ദിവസത്തിൽ വീട്ടിൽ വരുത്തിയ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത്, കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വീട്ടിൽ പ്ലാന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ഒരു 20 to 25 പ്ലാന്റ്സ് ഞാൻ ഇത്തവണ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ വെജിറ്റബിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മളെ പൂക്കൾ ഒരുപാട് മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ അത് കൃത്യമായിട്ട് പരിപാലിക്കുകയും അടുത്ത തവണ ഇതിനെക്കാട്ടി കുറച്ചുകൂടി പ്ലാന്റ്സ് മേടിക്കാനുള്ളൊരു കോൺസെപ്റ്റും കൂടിയാണ്. പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ ഞങ്ങളിപ്പോൾ വളരെ കുറച്ചിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അല്ലാതെ തുണി സഞ്ചി ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഷോപ്പർ എന്തെങ്കിലും അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഞാനാണെങ്കിൽ ഏറ്റവും പ്ലാസ്റ്റിക് നേരത്തെ മുമ്പൊക്കെ യൂസ് ചെയ്തിരുന്ന ആളാണെങ്കിലും ഇപ്പോഴും അധികം ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിപ്പം പ്ലാസ്റ്റിക് ആണ് നമ്മളിപ്പം മെയിനായിട്ട് പ്രകൃതിനെ തുരത്തണമെങ്കിലും പ്ലാസ്റ്റിക് ഇപ്പം എല്ലാം ശേഖരിച്ച് വെച്ചിട്ട് ഇപ്പം ഹരിതകർമ്മസേന അവർക്കായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് തൈയൊക്കെ നട്ട് എൻ്റെ വീടും പരിസരം എല്ലാം ക്ലീൻ ചെയ്യാറ് എല്ലാം ഉണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറച്ചിട്ടുണ്ട്. ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഡയപ്പേഴ്സ് എവിടെയും വലിച്ചെറിയരുത് എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. നിങ്ങളും നിങ്ങളുടെ കുട്ടികളുടെ ഡയപ്പേഴ്സ് എവിടെയും വലിച്ച് എറിഞ്ഞ് നമ്മുടെ പ്രകൃതിയെ ഹാനികരമാക്കരുത്. പ്രകൃതി സംരക്ഷണത്തിനായി ഞാൻ ഒരുപാട് ബോധവൽക്കരണ ക്യാമ്പയിൻസിലുമൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സൊസൈറ്റിക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കാറ് വാങ്ങിക്കണമെന്ന്. പക്ഷെ ആ സ്വപ്നം ഞാൻ വേണ്ടെന്ന് വെച്ചു, പ്രകൃതിയെ രക്ഷിക്കാൻ വേണ്ടി. പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്യണത് മാലിന്യങ്ങളൊന്നും എറിയാതിരിക്കുക, പിന്നെ മാത്രം തന്നെ ഞാൻ ചെയ്യുള്ളൂ. എൻവയൺമെൻറ്റിന് ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഡിസ്പോസ് ചെയ്യുന്നതിന് പകരം കളക്ട് ചെയ്ത് സിസ്റ്ററിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യുകയും ആർട്ട് വർക്ക്സും ക്രാഫ്റ്റ് വർക്ക്സും ക്രിയേറ്റ് ചെയ്ത് അങ്ങനത്തെ മെറ്റീരിയൽസും റീസൈക്കിൾ ചെയ്യുകയുമാണ് ഞാൻ എൻവയൺമെൻറ്റ് സേവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്റ്റെപ്സിൽ ഒരെണ്ണം. പ്രകൃതിയെ സംരക്ഷിക്കാനായി ഞാൻ പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുകയില്ല. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയിരിക്കുന്നു. ലോക പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് യുനെസ്കോയുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതും അല്ലെ പരിസ്ഥിതി സംരക്ഷണത്തെപ്പറ്റി തന്നെ യുനെസ്കോ നൽകുന്ന സന്ദേശത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ജീവിതത്തോടൊരു പുതിയ പ്രതിബദ്ധത എന്നതുപോലെ തന്നെ പ്രകൃതിയോടൊരു പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക, സുസ്ഥിരമായ വികസനത്തിലൂടെ കൊണ്ടുപോവുക, അതുപോലെ മലിനമാക്കാതെ പ്രകൃതിയെ സംരക്ഷിച്ച് വരും തലമുറകൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അവസ്ഥ, കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്ന് സംരക്ഷണം കിട്ടുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് നിറയെ മരങ്ങൾ, ആവശ്യത്തിനുള്ള മഴ, നമ്മുടെ പുഴകൾ സംരക്ഷിക്കുക, നമ്മുടെ മണ്ണ് സംരക്ഷിക്കുക, പ്രകൃതി എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ചേർന്നതാണെന്നുള്ള ഒരു ഓർമ്മയിൽ വരും തലമുറയ്ക്ക് കൃത്യമായ അവബോധം കൊടുത്തും പ്രകൃതിയെ സ്നേഹിപ്പിച്ചും വളർത്തി മുന്നോട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം സ്വർഗ്ഗതുല്യമാകും എന്നുള്ള കാര്യത്തിനൊരു സംശയമില്ല. മാറ്റത്തിനായുള്ള ഓരോ ചുവടും വെറുതെ ആകരുത്. ചുവട് വയ്ക്കാം പരിസ്ഥിതിക്കു വേണ്ടി, നമുക്ക് വേണ്ടി. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, ബി ദ ചേഞ്ച് യു വോണ്ട് ടു സീ ഇൻ ദ വേൾഡ്.